മാസ്റ്റേഴ്സ് കായികമേളയിൽ മത്സരിക്കുന്ന കായിക താരങ്ങളിൽ പലരും പല മേഖലകളിൽ നിന്നുള്ളവരാണ്. അധ്യാപകരും സർവീസിൽ നിന്ന് വിരമിച്ചവരും വ്യാപാരി വ്യവസായി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ബ്യൂട്ടീഷ്യൻ മുതൽ കർഷകർ വരെ പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 65+ വിഭാഗത്തിൽ മത്സരിച്ച ഫെസി മോട്ടിയുമായി ഞങ്ങളുടെ പ്രതി നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. മാസ്റ്റേഴ്സ് മീറ്റിലെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയോട് അടുക്കുന്നു. വിവിധ മത്സരങ്ങൾ ട്രാക്കിലും ഫീൽഡിലുമായി പുരോഗമിക്കുകയാണ്. വിവിധ മേഖലകളിലുള്ളവരാണ്. നമുക്ക് ഈ മത്സരം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. അധ്യാപകരുണ്ട്, വിവിധ സർവീസുകളിൽ നിന്ന് വിരമിച്ചിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്. എന്നോടൊപ്പം ചേരുന്ന മാഡം ബ്യൂട്ടീഷ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. വ്യാപാരി വ്യവസായ സമിതിയുടെയൊക്കെ നേതാവാണ്. അതിലുപരി കായിക താരമാണ്. മാഡം ഡിസ്കസ് ത്രോയിൽ 55+ലാണ് മത്സരിച്ചത്. മാഡത്തിന്റെ പേര് പറഞ്ഞൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുമോ? എന്റെ പേര് ഫെസി മോട്ടി. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഇപ്പൊ ഈ നെടുങ്കണ്ടത്തേക്ക് വെച്ചാൽ പ്രതീക്ഷിച്ചത്ര പാർട്ടിസിപ്പൻസ് കുറഞ്ഞുപോയി. നാളത്തേക്കുള്ളവർ നാളെ ആയിരിക്കും വരുന്നു തോന്നുന്നു. നല്ല കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. മാഡം എത്ര ഈവെന്റിലുണ്ട്? ഞാൻ 3 ഐറ്റം. ഇന്നിപ്പോ എന്റെ ഡിസ്ക് കഴിഞ്ഞു. നാളെ ഷോർട്ട് ഉണ്ട്, ഹാമർ ത്രോ ഉണ്ട്. ഇതിനു മുമ്പും മാഡം നിരവധി ഹാമർ ത്രോ, ജാവലിൻ ഷോട്ട് ഏഷ്യൻ വിന്നറാണ്. കൂടാതെ ഞാന് 2023 വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻ കൂടിയാണ്. ഒരു 50 ഇല്ലെങ്കിൽ 55+ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാഡത്തെ പോലുള്ള ആളുകളൊക്കെ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടമാണ്. അവരോടൊക്കെ എന്താ മാഡത്തിന് പറയാം? ഇത് നമുക്ക് ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു ഹെൽത്ത് അവയർനെസ് ആണ്. നമുക്ക് നമ്മുടെ ശരീരം ഈ മത്സരത്തിനോടുള്ള ഒരു മത്സരത്തിന് പോകണം, സമ്മാനം മേടിക്കണം. ഇപ്പൊ ഈ പ്രാവശ്യം 3rd കിട്ടി, അടുത്ത പ്രാവശ്യം 2nd മേടിക്കണം, ഫസ്റ്റിൽ എത്തണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ നമുക്കൊരു ഹെൽത്ത് അവയർനെസ് ആണ്. അപ്പോ ഞാൻ എല്ലാവരും പറയുന്നത് ഇപ്പൊ ഈ എന്നെ പോലെ 50 വയസ്സിനൊക്കെ മുകളിലേക്കുള്ളവരോടൊക്കെ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൂസ്റ്ററൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നതാണ്. കാണാം ഇപ്പൊ എപ്പോഴായാലും പത്രമോ ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാം കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ. ഒരിക്കലും ഞങ്ങൾ കായിക താരങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ കൊറോണയുടെ സമയങ്ങളിൽ പോലും രാവിലെ ജിമ്മാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും പോയി എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം നിങ്ങൾ മരിച്ചതിൽ ഏത് മേഖല എടുത്തു നോക്കിയാലും കായിക താരങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മള് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നതാണ്. മാഡം എല്ലാവിധ ആശംസകളും ഇരിക്കുന്നുണ്ട്. മാഡം പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല, പാർട്ടിസിപ്പേഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിലുപരിയായിട്ട് ഇപ്പോൾ ഈ മാഡം പറഞ്ഞ പോലെ തന്നെ 50 കഴിഞ്ഞവരോ അല്ലെങ്കിൽ 55+ഓ ഇപ്പം നമ്മൾ കണ്ടു 70+ഉം 85+ഉം ഒക്കെ മത്സരിക്കുന്നത് കണ്ടു. ഈ കായികക്ഷമതയെ നിലനിർത്തുക എന്നുള്ള ഒരു അവയർനെസ് തന്നെയാണ് ഇവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി, ഇടുക്കി വിഷൻ ന്യൂസ്.